Welcome to Plus 2 Physics. Concept and questions from electricity as a whole. If a constant current charges a capacitor, show that the displacement current ID equals C into dV by dt. I displacement equals C into dV by dt. ഒരു കപ്പാസിറ്റർ ഒരു ബാറ്ററി വെച്ച് ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് സി ഇൻറ്റു ഡി വി ബൈ ഡി ടി ആണ് പ്രൂവ് ചെയ്യുക. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എൻ്റെ ഫോർമുല കറണ്ട് ഡെൻസിറ്റി യൂണിറ്റ് ഏരിയ കൂടുള്ള കറണ്ട് ജെ ഡി equals epsilon 0 into dE by dt. Now, E is the electric field intensity. Again, displacement current through an area, capacitor plate area, A. എന്ന് പറയുന്ന ഏരിയക്കുള്ള ടോട്ടൽ കറണ്ട് ഐ ഡി ഈക്വൽസ് എ ഇൻറ്റു ജെ ഡി. കാരണം ജെ ഈക്വൽസ് ഐ ബൈ എ. സോ എ ഇൻറ്റു ജെ ഡി ഈക്വൽസ് എ എപ്സിലോൺ 0 ഇൻറ്റു ഡി ബൈ ഡി ടി. പക്ഷേ നമുക്കറിയാം പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ഈക്വൽസ് വി ബൈ ഡി ആ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ പ്ലേറ്റ് സെപ്പറേഷൻ. ഇതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഡി ഇഞ്ഞ് പുറത്തെടുക്കുക. പോയിട്ട് ഐ ഡി ഈക്വൽസ് എ എപ്സിലോൺ 0 ബൈ ഡി ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് വരും. എ എപ്സിലോൺ 0 ബൈ ഡി എന്ന് പറഞ്ഞാൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് സി ആ. സോ ഐ ഡി ഈക്വൽ സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ആൻസർ ആയല്ലോ. അപ്പോൾ ജെ ഡിയുടെ ഡെഫിനിഷൻ എങ്കിൽ അത് കഴിഞ്ഞ് ടോട്ടൽ കറണ്ട് കാണുന്നു, ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്നിട്ട് ഇ ഈക്വൽസ് വി ബൈ ഡി എന്ന് മാറ്റുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, യു ഗെറ്റ് ദി ആൻസർ. അടുത്തത്, പ്രൂവ് ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഈസ് ഈക്വൽ ടു കണ്ടക്ഷൻ കറണ്ട് ഇൻ എ കപ്പാസിറ്റർ. പൊതുവെ കണ്ടക്ഷൻ കറണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും വ്യത്യസ്തമാണ്. കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ ചാർജിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ചാർജ് മണ്ണാങ്കട്ടയൊന്നും വേണ്ട, ഫ്രീ സ്പേസിലും ഉണ്ടാകുന്നതാണ്. ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ഉണ്ടായാലും അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഫോം ചെയ്യാം. അതിന് മീഡിയം ഒന്നും വേണ്ട, ചാർജ് വേണ്ട, ഒന്നും വേണ്ട. ഇതെല്ലാം ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസറായിട്ടും അല്ലാതെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് തിരഞ്ഞു പിടിക്കുക, എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. താല്പര്യമുള്ളവർ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ത്രൂ എ കപ്പാസിറ്റർ ഐ ഡി ഈക്വൽ സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഈ സി ഞാനത്തോട് എടുക്കാമല്ലോ, കോൺസ്റ്റൻ്റ് അല്ലേ കപ്പാസിറ്ററിൻ്റെ. അപ്പം ഡി ബൈ ഡി ടി ഓഫ് സി വി ഓർ സി വി ഈസ് ക്യൂ ചാർജ് കപ്പാസിറ്ററിലെ. സോ ഐ ഡി ഈക്വൽ ഡി ക്യൂ ബൈ ഡി ടി. ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ടിൻ്റെ ഫോർമുല, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. സോ ദിസ് ഈസ് ഐ സി ഓർ ഐ ഡി ഈക്വൽസ് ഐ സി. അപ്പോൾ കപ്പാസിറ്ററിലെ വെളിയിലൊഴുകുന്ന കണ്ടക്ഷൻ കറണ്ടിന് തുല്യമായിരിക്കും അതിൻ്റെ കോറിൽ കൂടെ പോകുന്ന അല്ല കപ്പാസിറ്റർ കടത്തി വിടുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. മറ്റേ കണ്ടക്ടേഴ്സിൽ പൊതുവെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് വളരെ നെഗ്ലിജിബിളാണ്. കണ്ടക്ഷൻ കറണ്ട് അവിടെ കൂടുതൽ. അല്ലെ അതുപോലെ ഹൈ ഫ്രീക്വൻസി ആയിരിക്കണം. ലോ ഫ്രീക്വൻസിയിൽ എപ്പോഴും കണ്ടക്ഷൻ കറണ്ട് സ്ട്രെങ്ത് കൂടുതൽ കാണും കണ്ടക്ടേഴ്സിൽ. പക്ഷേ ഫ്രീ സ്പേസിലും ഒക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ജനറേറ്റഡ് ആവും വെനെവർ ദർ ഈസ് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ്. ഒന്ന് ചേഞ്ച് ചെയ്താൽ മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയുടെ അസംഷൻ. അടുത്ത പോയിൻ്റ്, കറസ്പോണ്ടൻസസ് ഇൻ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഇലക്ട്രിസിറ്റിയിൽ ചില ക്വാണ്ടിറ്റികൾ പറയും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാഗ്നറ്റിസിറ്റി വളരെ ഉപകാരപ്പെടും. ഈ പോയിൻറ്റ്സൊക്കെ അറിഞ്ഞിരുന്നാൽ ഞാൻ അതിനെ എടുത്ത് പറയുന്നത്.
ഇതിപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ അതിന് തത്തുല്യമായിട്ട് മാഗ്നറ്റിസത്തിൽ പറയുന്നത്. ഇവിടെ കുളംസ് ലോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പറയുമ്പോൾ അതിന് തത്തുല്യമായിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബയറ്റ്-സാവാർട്ട്സ് ലോയാണ് വരുന്നത്. ശ്രദ്ധിച്ചോണം, ഇവിടുത്തെ കുളംസ് ലോയ്ക്ക് ഇക്വലൻ്റ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക്സിൽ ബയറ്റ്-സാവാർട്ട് ലോ. ഓക്കെ, ഇവിടെ ഗോസ് ലോ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഗോസ് ലോ integral over a closed surface, അതിനാണ് വട്ടം ഇട്ടിരിക്കുന്നത്. integral over a closed surface of E dot ds അല്ലെ E ds cos theta is equal to 1 by epsilon 0 into Q, ചാർജ് എൻക്ലോസ്ഡ് എന്ന. ഇതിന് ഇക്വലൻ്റ് ആയിട്ട് മാഗ്നറ്റിസത്തിൽ വരുന്നത് ആംപിയേഴ്സ് ലോയാണ്, ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. integral over a closed path or line integral over a closed path of B dot dl is equal to 1 by mu 0 into I. Mu 0 into I. I'm sorry. Mu 0 into I. ഇത് ഡിനോമിനേറ്റർ അല്ല, ന്യൂമറേറ്റർ അല്ല. mu 0 into I. അപ്പോൾ ഇവിടുത്തെ ഗോസ് ലോയ്ക്ക് പകരമാണ് ഇവിടെ ആംപിയേഴ്സ് ലോ വരേണ്ടത്. വല്ല കോളമൊക്കെ തന്നിട്ട് ഇങ്ങനെ കമ്പാരിസൺസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേറെപ്പെടും. അതല്ലാതെ ഒരു മാർക്കിനുമൊക്കെ ചോദിക്കാം. ഇവിടെ mu 0 I എന്നാൽ അത് നിങ്ങൾക്കറിയാം, ഞാൻ എഴുതിയപ്പോൾ മിസ്റ്റേക്ക് പറ്റിയതാണ്. mu 0 into I ആണ്, ഡിനോമിനേറ്ററിലല്ല, ന്യൂമറേറ്ററിൽ. അടുത്തത് ലോറൻസ് ഫോഴ്സ്. ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് വെച്ചാൽ അതേ കിട്ടുന്ന ഫോഴ്സ് F ഈക്വൽസ് ഇൻറ്റൻസിറ്റി ഇൻറ്റു Q, EQ. F ഈക്വൽസ് EQ. ഇതിന് പകരം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജിന് കിട്ടുന്ന ഫോഴ്സ്, ലോറൻസ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് F ഈക്വൽസ് Q ഇൻറ്റു ബി വി സൈൻ തീറ്റ ഓർ വി ക്രോസ് ബി, വെക്ടർ ഫോമിൽ എഴുതിയാൽ ബി ക്യു വി സൈൻ തീറ്റ എന്ന് എഴുതിയാലും മതിയാം, വെക്ടർ ഫോമിൽ എഴുതി എന്നുള്ളതേ ഉള്ളൂ. കമ്പാരിസൺ. അടുത്തത് നാലാമത്തെ ഇലക്ട്രിക് ഡൈപോൾ മോമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മോമെൻറ്റ് P ഈക്വൽസ് Q ഇൻറ്റു വൺ ഓഫ് ദി ചാർജസ് ഇൻറ്റു ചാർജസ് ഡൈപോൾ സെപ്പറേഷൻ 2D. ഇവിടെ യൂണിറ്റ് കുളമ്പ് സെൻറ്റിമീറ്ററാണ്. അതിന് പകരം മാഗ്നറ്റിക് മോമെൻറ്റ് ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ അല്ലെ മാഗ്നറ്റിക് ഡൈപോൾ മോമെൻറ്റ് M ഈക്വൽസ് ANI, ANI. A is the phase area of a loop, N is the number of turns and I is the current. ഇവിടുത്തെ യൂണിറ്റ് ആംപിയർ മീറ്റർ സ്ക്വയർ എന്നാണ്. ആംപിയർ മീറ്റർ സ്ക്വയർ, ഇവിടെ കുളമ്പ് മീറ്റർ. അടുത്ത പോയിന്റ് എനർജി ഡെൻസിറ്റി, എനർജി പെർ യൂണിറ്റ് വോളിയം. ഇലക്ട്രിക് ഫീൽഡ് എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. ഫ്രീ സ്പേസ് ആണെങ്കിൽ അതിന് പകരം മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഹാഫ് mu 0 H സ്ക്വയർ. ഇതിന് പകരം ഇവിടെ വരുന്ന ഫോർമുല ഇത്. അടുത്തത് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് D ഈക്വൽസ് എപ്സിലോൺ 0 ഇൻറ്റു E. ഇതിന് പകരം മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്നതാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് H ഈക്വൽസ് B ബൈ mu 0 അല്ലെ B ഈക്വൽസ് mu 0 H. ഇവിടുത്തെ Dക്ക് ഇക്വലൻ്റ് H ആണ്. അതുകൊണ്ടാണ് ഈ രണ്ടിടത്തിൽ ലെഫ്റ്റ് സൈഡിൽ Dക്ക് പകരം ഇവിടെ H കൊണ്ടെഴുതിയത്. ഇവിടുത്തെ Eക്ക് പകരം ഇവിടുത്തെ B ആണ്. ഇത് ആ ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ് പെർ യൂണിറ്റ് ചാർജ്. ഇത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഒരു മെഷറാണ് B, ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ ഡിയും എച്ചും ഇക്വലൻ്റ് ക്വാണ്ടിറ്റീസ്, ഇയും ബിയുമാണ് ഈ രണ്ട് രംഗത്തെയും ഇക്വലൻ്റ് ക്വാണ്ടിറ്റീസ്. ഇവിടെ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എപ്സിലോൺ 0 പറയുന്നിടത്ത് ഇവിടെ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് mu 0. ഇത് ഫാരഡ് പെർ മീറ്റർ, ഇത് ഹെൻറി പെർ മീറ്റർ. Absolute permittivity of a material epsilon equals relative permittivity or dielectric constant epsilon r into epsilon 0. ഇവിടെ അതുപോലെ ഫ്രീ സ്പേസിന് എപ്സിലോൺ r 1. ഇതുപോലെ ഇവിടെ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി mu ഈക്വൽസ് mu r into mu 0. ഇത് റിലേറ്റീവ് പെർമിയബിലിറ്റി, ഇത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കുക, ഉപകാരപ്പെടും. നെക്സ്റ്റ്,
Coulomb's law in electrostatics can be written in vector form. Fi, ith ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് അതിനർത്ഥം Fi equals 1/4πε0 into Qi into sigma Qj by Rij into vector Rij എന്ന് പറയാം. where I equals 1, 2, 3. ഇവിടെ J is 1 to n. I equals 1 to n. പക്ഷേ വ്യത്യാസമുള്ള ഐയും ജെയും ഈക്വൽ ആകാൻ പാടില്ല. അതിൻ്റെ അർത്ഥം ഇത് Q1 Q2 by R12 സ്ക്വയർ പ്ലസ് Q1 Q3 Q1 Q4 അല്ല Q2 Q1 Q2 Q3. ഒരിക്കലും Q2 എന്ന് വരത്തില്ല. രണ്ട് ചാർജ് അല്ല, രണ്ട് വ്യത്യസ്ത ചാർജുകളല്ലേ അട്രാക്റ്റീവ് റിപ്പലിയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിടത്ത് ഒരേ നമ്പർ കൊടുത്താൽ ഒരു ചാർജ് അത് തന്നെ അട്രാക്റ്റീവ് റിപ്പൽ ചെയ്യുന്ന വരത്തില്ല. അതുകൊണ്ട് ഐയും ചെയ്യും. ഇങ്ങനെ വെക്ടർ ഫോമിൽ നമുക്ക് കുളംസ് ലോ എഴുതും. ഇവിടെ ചോദ്യം, നെയിം ദി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി ഫോർമുല, സ്റ്റേറ്റ് ദി പ്രിൻസിപ്പിൾ. ഇതിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ചാർജസ് വരുമ്പോൾ അതിലെ ഓരോ ചാർജിനെയും മറ്റ് ചുറ്റുപാടുമുള്ള മറ്റ് ചാർജുകൾ അട്രാക്റ്റ് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ഒക്കെ ചെയ്യും. ആസ് ഇഫ് അതേഴ്സ് വെയർ ആബ്സെൻറ്റ്. എങ്കിൽ ആ ഒരു ചാർജിന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ മറ്റ് ഫോഴ്സസിൻ്റെ എല്ലാം കൂടെ ഉള്ള റിസൾട്ടൻ്റാണ്. അതായി കാണിച്ചിരിക്കുന്നത്. അത് വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ വെറുതെ ആഡ് ചെയ്ത് വെക്ടർ എടുക്കാം. വെക്ടർ F ഈക്വൽസ് വെക്ടർ F1 പ്ലസ് വെക്ടർ F2 പ്ലസ് എക്സെട്ര എന്ന് എഴുതാമല്ലോ. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അതാണ് ഇവിടുത്തെ ഈ ഫോർമുലയുടെ എഴുതാനുള്ള ബേസ്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, in a group of charges, each force or every force is acted upon by other forces, every other force, as if others were absent. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം പരസ്പരം അട്രാക്റ്റീവ് റിപ്പൽ ചെയ്യുമ്പോൾ മറ്റുള്ളതൊന്നും ഉണ്ടെന്നുള്ള ധാരണയിലല്ല. എല്ലാ ചാർജും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റീവ് റിപ്പൽ. അപ്പോൾ ഒരു ചാർജ് എടുത്താൽ അത് ബാക്കിയുള്ള എല്ലാ ചാർജുകളും ഇതിനെ അട്രാക്റ്റീവ് റിപ്പൽ ചെയ്യും. എങ്കിൽ അതിൻ്റെ എല്ലാം കൂടെ റിസൾട്ടൻ്റ് എടുക്കുന്ന ഈ ഒരു ചാർജിൽ കിട്ടുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ്. അപ്പോൾ ഇൻ എ ഗ്രൂപ്പ് ഓഫ് ചാർജസ് എവരി ഫോഴ്സ് ഈസ് attracted or repelled by every other charge as if others were absent, and the resultant force, net force on this charge, is given by the vector sum of all these forces. ഇത് വെറും സിമ്പിളാണ്. നിങ്ങൾ സ്കൂളിലൊക്കെ എപ്പോഴും കേട്ടിട്ടുള്ള അതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അടുത്ത പോയിൻ്റ്, ചാർജ് ഇൻ എ ബോഡി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം Q equals N into E, where N equals 1, 2, 3, 4, etc. Name the property of electric charge in agreement with the formula. State the property. ഒരു വസ്തുവിലെ ചാർജ്, ടോട്ടൽ ചാർജ് Q equals N into E എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഈ ഇലക്ട്രിക് ചാർജിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ് ഈ ഫോർമുലയെ കാണുന്നതെന്നാണ്? ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, അതാണ് പ്രോപ്പർട്ടി. അത് സ്റ്റേറ്റ് ദി പ്രോപ്പർട്ടി എന്ന് പറയുന്നുണ്ട്. ചാർജ് ഇൻ ദി യൂണിവേഴ്സ് ഓർ ചാർജ് ഹാസ് എ മിനിമം യൂണിറ്റ് which is the charge of electron. Charge on other body, in other bodies, must be in integral multiples of electronic charge. അതാണ് ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ. അടുത്തത്, എ ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് എ പീസ് ഓഫ് സിൽക്ക്. ദി ഗ്ലാസ് ഈസ് found to become positively charged and the silk to have an equal amount of negative charge. Name the principle and state the principle. ഗ്ലാസ് റോഡിനെ സിൽക്ക് കൊണ്ട് റബ്ബ് ചെയ്താൽ ഗ്ലാസ് റോഡ് പോസിറ്റീവ്ലി ചാർജ് ആകും. സിൽക്കിൽ അത്രയും അളവിൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാകും.
ഇതിന് പുറകിലുള്ള തത്വം എന്ത് എന്ന ചോദ്യം. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്, അതാണ് ആൻസർ. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്: ഇൻ ആൻ ഐസൊലേറ്റഡ് ബോഡി ടോട്ടൽ ചാർജ് റിമെയിൻസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ്സ് ഓൾ. മറ്റുള്ളതായിട്ടൊന്നും ഇൻട്രാക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, ഇതിലെ ടോട്ടൽ ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സിൽക്കും ഗ്ലാസ് റോഡും കൂടെ എടുത്ത ഒരു സിസ്റ്റമാണ്. സിൽക്ക് ഗ്ലാസ്സിൽ നിന്ന് പോയ ഇലക്ട്രോൺ സിൽക്കിൽ ചെന്നിട്ടുണ്ട്. രണ്ടും കൂടെ ചേർന്നാൽ ടോട്ടൽ ചാർജ് നേരത്തെ 0 ആയിരുന്നു, ഇപ്പോഴും 0. രണ്ടും കൂടെ ചേരുമ്പോൾ അതാണ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് വൺ. കോർ ഓഫ് എ കപ്പാസിറ്റർ ഈസ് ആൻ ഇൻസുലേറ്റർ എന്ന് പറയാം. എനിക്ക് കറണ്ട് കടത്തി വിടില്ലല്ലോ. ഈസ് ആൻ ഇൻസുലേറ്റർ. Then how does a capacitor pass alternating current when connected to an AC source? കപ്പാസിറ്റർ പ്ലേറ്റ്സിന് ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ, അത് ഭാരത്തിലൊരു ഇൻസുലേറ്ററാണ്. പിന്നെ എങ്ങനെയാണ് AC കണക്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് ചോദ്യം. AC കടത്തി വിടുമല്ലോ കപ്പാസിറ്റർ. ദിസ് ഈസ് ഡ്യൂ ടു ദിസ് ഈസ് കണ്ടക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. കാരണം dV/dt വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതല്ലേ AC. ID = C × dV/dt എന്നാണ്. ഇവിടെ dV/dt കൊണ്ട് കൊടുക്കുന്ന വോൾട്ടേജ്. അപ്പോൾ അതിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കണ്ടക്ഷൻ കറണ്ടിന് തുല്യമായിരിക്കുമെന്ന് നമ്മൾ മുമ്പേ പ്രൂവ് ചെയ്തു. അപ്പോൾ ആൻസർ ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്, ബിക്കോസ് വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി പ്ലേറ്റ്സ് വേരീസ് ബൈ ദി അപ്ലൈഡ് AC. അതാണ് ആൻസർ. അടുത്തത്, energy of a charged capacitor is half CV² and that of a current carrying solenoid is half Li². What is this? Name the seat of energy in each case. ചാർജ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററിൻ്റെ എനർജി ½ CV². കോയിലിൽ കൂടെ സോളിനോയിഡിൽ കൂടെ കറണ്ട് കടത്തി വിട്ടാൽ അവിടുത്തെ ഫീൽഡ് എനർജി ½ Li². ഈ എനർജി എവിടെ ഇരിക്കുന്നതെന്നാണ് ചോദ്യം. കപ്പാസിറ്റർ പ്ലേറ്റിലാണോ കോറിലാണോ എവിടെ? അതിൻ്റെ സീറ്റ് ഓഫ് ദിസ് എനർജി, ഇതാ ചോദ്യം. ആൻസർ സിമ്പിൾ. ½ CV² electrical energy is stored in the electric field between the plates. അതാണ് ആൻസർ. അവിടെ ഇലക്ട്രിക് ഫീൽഡിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇൻ ദി കേസ് ഓഫ് സോളിനോയിഡ്സ്, എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ദി സോളിനോയിഡ്സ്. അതാണ് ആൻസർ. അനദർ വൺ. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ചാർജ്ഡ് ടു എ PD of V volts. After disconnecting from the source, the plate separation is increased n times. What change do you expect in 1. Capacitance, 2. Charge, 3. Potential difference, 4. Energy. How do you explain the change in energy if there is any? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിൻ്റെ കപ്പാസിറ്റൻസ് എയർ കോറാണ്. C = A∈0/d. ഇനി പ്ലേറ്റ് സെപ്പറേഷൻ ND ആക്കുന്ന n ടൈംസ് കൂട്ടുന്നു. അപ്പോൾ പുതിയ കപ്പാസിറ്റൻസ് C' = A∈0/d. അവസാനത്തെ ND എന്ന് ഇടണം. This is 1/n into A∈0/d. A∈0/d is C. ചുരുക്കത്തിൽ C' = C/n. Or capacitor is reduced n times. 1/n ആയിട്ട് മാറുക. ഇപ്പം reduced n times എന്ന് പറഞ്ഞാൽ മതി, ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. Capacitance is reduced or decreased by n times എന്ന് പറയും.
ഇനി ചാർജ് ചെയ്തിട്ട് ബാറ്ററിയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിലുള്ള ചാർജ് അങ്ങോട്ട് നഷ്ടപ്പെടുന്നുമില്ല, ഇത് പുതുതായിട്ട് ചാർജ് വന്ന് കയറുന്നുമില്ല. സോ ചാർജ് ഇൻ ദി കപ്പാസിറ്റർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതാ ഈ സിറ്റുവേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ചാർജ്, രണ്ടാമത്തെ പോയിൻ്റ്, ചാർജ് റിമെയിൻസ് ദി സെയിം. മൂന്നാമത് ചോദിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ V ഈക്വൽസ് E ഇൻറ്റു D. കപ്പാസിറ്റർ പ്ലേറ്റ്സിന് ഇടയ്ക്കുള്ള ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ σ/ε0 ആയി. ദാറ്റ് ഇൻറ്റു D. സിഗ്മ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ Q/A ε0 ഇൻറ്റു D. ചുരുക്കത്തിൽ V ഈക്വൽസ് QD/A ε0. ഇനിയും DND ആക്കി മാറ്റുക. അപ്പോൾ പുതിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V' ഈക്വൽസ് Q/A ε0 ഇൻറ്റു ND. അതിൽ N ഒഴിവാക്കിയ ബാക്കി ചേർന്ന V ആണല്ലോ. സോ V' ഈക്വൽസ് N ഇൻറ്റു V. പൊട്ടൻഷ്യൽ ഡിഫറൻസ് increases n times. Capacitance decreases n times. അടുത്ത് ചോദിച്ചിരിക്കുന്നത് എനർജിയാണ്. ആദ്യം ഇനിഷ്യൽ എനർജിയുടെ സിമ്പിൾ W എന്ന് കൊടുക്കുക. W ഈക്വൽസ് ½ CV². പുതിയ എനർജി W' ഈക്വൽസ് ½ C'(V'². ദാറ്റ് ഈസ് ½ ഇൻറ്റു C' ഈസ് C/N ഇൻറ്റു V' ഈസ് N ഇൻറ്റു V, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ N² വരും, ഒരു N വെട്ടിപ്പോവും, പോയിട്ട് N മുകളിൽ വരും, N ഇൻറ്റു ½ CV² എന്ന് പറഞ്ഞാൽ N ഇൻറ്റു W. അപ്പോൾ എനർജി increases n times. ഇവിടെ പിന്നെയും ചോദിച്ചിട്ടുണ്ട്, ഈ എനർജി ഇൻക്രീസ് ചെയ്തത് എങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന. ഒരു പ്ലേറ്റ് പോസിറ്റീവ് ചാർജും മറ്റേ പ്ലേറ്റ് നെഗറ്റീവ് ചാർജും. അപ്പോൾ ഇത് പരസ്പരം അട്രാക്റ്റ് ചെയ്യുക. നമ്മൾ വർക്ക് ചെയ്തിട്ട് വേണം ഇതിനെ സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യാൻ. നമ്മൾ ചെയ്യുന്ന ആ വർക്കാണ് ഈ കൂടിയ എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. But to separate the plus or to increase the plate separation, work must be done on the capacitor, which is stored in the electric field as increased energy. That is the answer. Subscribe ചെയ്യുക. വളരെയേറെ ക്വസ്റ്റ്യൻസ് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസ്, കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് എൻട്രൻസിനും പിന്നെ ഫലം ചെയ്യും, ഗുണം ചെയ്യും. അതുകൊണ്ട് പോസ്റ്റിങ്സ് എല്ലാം കാണാൻ ശ്രമിക്കുക. അത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. താങ്ക് യു.